ഇന്ന് പലരും അവരെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് മത്തങ്ങ വിത്തുകൾ അഥവാ പങ്കിൻ സീഡ്സ്. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഓൺലൈനിൽ നിന്നുമൊക്കെ വാങ്ങുന്ന ഈ വിത്തുകൾക്ക് പച്ച നിറമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ മത്തങ്ങ പൊറിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്ന വിത്തുകൾക്ക് വെളുത്ത നിറമായിരിക്കും. അപ്പോൾ കടകളിൽ നിന്ന് കിട്ടുന്ന ഈ പച്ച വിത്തുകൾ ഫേക്കാണോ? ഇതിൽ കൃത്രിമമായി നിറം ചേർത്തിരിക്കുന്നതാണോ? അത് എന്തെങ്കിലും ഫംഗസോ പൂപ്പലോ വന്നതായിരിക്കുമോ? ഇങ്ങനെ നിരവധി സംശയങ്ങൾ ഇത് കഴിക്കുന്ന പലർക്കുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ചിട്ടാണ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി പറയാം. ഈ പച്ചനിറം പൂർണ്ണമായും നാച്ചുറലാണ്. ഇതിൽ യാതൊരുവിധ കൃത്രിമ നിറങ്ങളോ രാസവസ്തുക്കളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ കാണുന്ന മത്തങ്ങ വിത്തുകൾക്ക് പുറത്ത് കട്ടിയുള്ള വെളുത്ത ഒരു തോടുണ്ട്. ഫാക്ടറികളിൽ വെച്ച് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഈ വെളുത്ത തോട് നീക്കം ചെയ്യുമ്പോഴാണ് ഉള്ളിലുള്ള യഥാർത്ഥ വിത്ത് നമുക്ക് ലഭിക്കുന്നത്. ഇതിന് പെപ്പിറ്റസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഉള്ളിലെ വിത്തിന്റെ നാച്ചുറൽ നിറം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പച്ച തന്നെയാണ്. ചെടികൾക്കും ഇലകൾക്കും പച്ചനിറം നൽകുന്ന ക്ലോറോഫിൽ തന്നെയാണ് മത്തങ്ങ വിത്തിനും ഈ മനോഹരമായിട്ടുള്ള പച്ചനിറം നൽകുന്നത്. കൂടാതെ ചില പ്രത്യേകതരം മത്തങ്ങകളുമുണ്ട്. എക്സാമ്പിളായിട്ട് സ്റ്റീരിയൽ പങ്കിങ്. ഇത്തരം മത്തങ്ങകളുടെ വിത്തുകൾക്ക് നാച്ചുറലായിട്ട് തന്നെ പുറത്തുള്ള ആ വെളുത്ത തോട് ഉണ്ടായിരിക്കില്ല. അവ പച്ചനിറത്തിൽ തന്നെയാണ് വിളവെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്ലാസ്റ്റിക് ആണെന്നോ നിറം കൊടുത്തതാണ് എന്നോ ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇനി പറയുന്ന പങ്കിൻ സീഡ് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ സിങ്ക് ധാരാളമായിട്ടുണ്ട്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും മുടികൊഴിച്ചിൽ തടയുന്നതിനും ഇത് വളരെ അത്യാവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ മഗ്നീഷ്യവും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ വിത്തുകൾ നല്ല ഉറക്കം കിട്ടുന്നതിനും വളരെയധികം സഹായിക്കും. ഈ വിത്തുകളിൽ ട്രിപ്റ്റോഫാൻ എന്ന ഒരു അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ഉറക്കം ലഭിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതിൽ നല്ല പ്രോട്ടീനും കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിനാവശ്യമായിട്ടുള്ള ഒമേഗ 3 പോലെയുള്ള ഹെൽത്തി ഫാറ്റും ഇതിലുണ്ട്. മാർക്കറ്റിൽ പല വിലയിലും പല രൂപത്തിലും ഇത് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇത് വാങ്ങുമ്പോഴും പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കടകളിൽ പച്ചയായിട്ടുള്ള വിത്തുകളും അതുപോലെ തന്നെ റോസ്റ്റഡ് ആയിട്ടുള്ളതും നമുക്ക് കിട്ടും. ഏറ്റവും നല്ലത് ഉപ്പൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ട് തന്നെ കിട്ടുന്ന സീഡ്സ് ആണ്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഇത് ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. പച്ചനിറം നാച്ചുറൽ ആണെങ്കിൽ പോലും ചിലപ്പോൾ ശരിയായി ഉണക്കാത്ത വിത്തുകളിൽ വെളുപ്പോ കറുപ്പോ നിറത്തിൽ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. ദുർഗന്ധം ഉണ്ടെങ്കിലോ സ്മെല്ലുണ്ടെങ്കിലോ രുചി വ്യത്യാസം തോന്നുകയാണെങ്കിലോ അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ വായു കടക്കാത്ത ഗ്ലാസ് ബോട്ടിലുകളിൽ വേണം ഇത് സൂക്ഷിക്കാൻ. കാരണം ഇതിൽ നല്ല കൊഴുപ്പുകൾ പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നും കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഈ വിത്തുകളുടെ പച്ചനിറം കണ്ട ആരും ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല. ഇത് നാച്ചുറലും ആരോഗ്യത്തിന് വളരെയധികം നല്ലതുമാണ്. സലാഡുകളുടെ കൂടെയോ സ്മൂത്തിയിലോ അല്ലെങ്കിൽ വെറുതെ ഒരു സ്നാക്കായിട്ടോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയം മാറിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.